തിരഞ്ഞെടുപ്പ് ഫലം വന്ന മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതാ പുതിയ ഒരു റിപ്പോർട്ട് പുറത്തുവരുന്നു. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ കോൺഗ്രസ് പരാജയപ്പെടാൻ കാരണം കോൺഗ്രസ് നേതാവും മുൻ എംപിയുമായ രമ്യ ഹരിദാസിന്റെ വീഴ്ചയാണെന്ന് പ്രത്യേക സമിതിയുടെ റിപ്പോർട്ട്. രമ്യ ഹരിദാസിന്റെ തോൽവി അന്വേഷിച്ച പ്രത്യേക സമിതി റിപ്പോർട്ടിലാണ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏകോപനമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ട് പുറത്തുവന്നത്. റിപ്പോർട്ട് ഇതിനകം തന്നെ ഉന്നത സമിതിക്ക് അയച്ചു കഴിഞ്ഞു. നേതാക്കൾക്കെതിരെയുള്ള ആരോപണങ്ങൾ അടങ്ങിയ റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. പ്രവർത്തനത്തിലെ ഏകോപനമില്ലായ്മയും സ്ഥാനാർത്ഥിയുടെ വീഴ്ചയും തിരിച്ചടിയായെന്നാണ് റിപ്പോർട്ടിലെ വിലയിരുത്തൽ. എന്നാൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രമ്യക്കെതിരെ കൂടുതൽ നടപടികളിലേക്ക് കോൺഗ്രസ് കടക്കില്ലെന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന. ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി വേണ്ടെന്ന നിലപാടിലേക്ക് നേതൃത്വം എത്തിയത്. രമ്യ ഹരിദാസിനെ ചേലക്കരയിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണിത് ഇങ്ങനെയൊരു തീരുമാനം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ രമ്യയെ മറികടന്ന് CPIM സ്ഥാനാർത്ഥിയും മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയുമായ K രാധാകൃഷ്ണനാണ് വിജയിച്ചത്. 20,143 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം. 2019 1,58,968 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രമ്യ ഹരിദാസ് ജയിച്ചു കയറിയത്. അതേ രമ്യ ഹരിദാസിന്റെ കയ്യിൽ നിന്നാണ് ഇത്തവണ കോൺഗ്രസിന് ആലത്തൂർ മണ്ഡലം നഷ്ടപ്പെട്ടതും. 5,33,815 വോട്ട് നേടിയാണ് രമ്യ ഹരിദാസ് 2019 വിജയിച്ചത്. പരാജയം അന്വേഷിച്ച KC ജോസഫ്, T സിദ്ദിഖ്, R ചന്ദ്രശേഖർ എന്നിവരടങ്ങിയ സമിതി റിപ്പോർട്ട് KPCC പ്രസിഡന്റ് K സുധാകരനാണ് സമർപ്പിച്ചത്. UDF തരംഗം ആഞ്ഞടിച്ച തിരഞ്ഞെടുപ്പിൽ ആലത്തൂരിലും ജയസാധ്യത ഉണ്ടായിരുന്നുവെന്നാണ് KPCC വിലയിരുത്തിയത്. എന്നിട്ടും എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് അന്വേഷിക്കണമെന്ന് നേതൃയോഗത്തിൽ അഭിപ്രായമുയർന്നു. പാലക്കാട് നേതൃത്വത്തിനും സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനും നേരെ പരാതികളും ഉയർന്നു. പാലക്കാട്, തൃശൂർ ജില്ലകളിലെ നേതാക്കളെ കണ്ട് മൊഴി രേഖപ്പെടുത്തിയ അന്വേഷണ സമിതി സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിൽ നിന്നും തെളിവുകൾ ശേഖരിച്ചു. നേതൃത്വവും സ്ഥാനാർത്ഥിയും തമ്മിൽ ഏകോപനത്തിൽ വീഴ്ചയുണ്ടായെന്നാണ് കമ്മിറ്റി പ്രധാനമായും കണ്ടെത്തിയത്. ഇക്കാര്യത്തിൽ രണ്ടു ഭാഗത്തും വീഴ്ച സംഭവിച്ചിരുന്നു. നടപടിയുടെ കാര്യത്തിൽ സമിതി നിർദ്ദേശങ്ങളൊന്നും ഇതുവരെ വെച്ചിട്ടില്ല. ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രശ്നം കൂടുതൽ സങ്കീർണമാകാതിരിക്കാൻ KPCC നേതൃത്വത്തിന്റെ കൂടി താൽപര്യത്തോടെയാണ് ഇത്തരമൊരു റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നാണ് സൂചന. ആലത്തൂർ പരാജയം പാർട്ടി പരിശോധിച്ചിട്ടുണ്ടെന്നും അന്വേഷണ സമിതി റിപ്പോർട്ടിൽ തുടർ നടപടി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും KPCC നേതൃത്വം അറിയിച്ചു. രമ്യ ഹരിദാസ് ആയതുകൊണ്ട് മാത്രമാണ് ആലത്തൂരിൽ പരാജയപ്പെട്ടത് എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം കോൺഗ്രസിൽ തന്നെയുണ്ട്. അത് പരസ്യമായി തന്നെ വിളിച്ചു പറയുന്നവരുമുണ്ട്. ഇപ്പോൾ റിപ്പോർട്ട് കൂടി പുറത്തു വന്നതോടെ ഇനി രമ്യയുടെ ഭാവി എന്താകുമെന്ന് കണ്ടറിയേണ്ടി വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.